ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള T20 പരമ്പരയിലെ നിർണായകമായ മൂന്നാം പോരാട്ടത്തിന് ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം വേദിയാകാനൊരുങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റിന് മുന്നിൽ ഉയരുന്നത് ചോദ്യങ്ങളുടെ ഒരു വൻമലയാണ്. 1-1 എന്ന നിലയിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പരമ്പരയിൽ ഇനി വരുന്ന ഓരോ മത്സരവും ഫൈനലിന് തുല്യമാണ്. ഞായറാഴ്ച രാത്രി 7 മണിക്ക് തണുപ്പേറിയ ധരംശാലയിൽ പന്തുരുളുമ്പോൾ ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന മുറവിളി ശക്തമായിരിക്കുകയാണ്. കട്ടക്കിലെ ആധികാരിക ജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ മുള്ളൻപൂരിലിറങ്ങിയ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. 101 റൺസിന്റെ കൂറ്റൻ ജയത്തിൽ നിന്ന് 51 റൺസിന്റെ ദയനീയമായ തോൽവിയിലേക്ക് വീണപ്പോൾ ടീമിന്റെ ഘടനയിലെ പാളിച്ചകൾ പകൽ പോലെ വ്യക്തമായി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് 11നെയാണ് ഗൗതം ഗംഭീറും സൂര്യകുമാർ യാദവും പരീക്ഷിച്ചതെങ്കിൽ മൂന്നാം അംഗത്തിൽ ആ പിടിവാശി ഉപേക്ഷിച്ചേ മതിയാകൂ. ധരംശാലയിൽ ഇന്ത്യ ഇറക്കേണ്ട ശക്തമായ പ്ലേയിങ് 11നെയും വരുത്തേണ്ട അനിവാര്യമായ മാറ്റങ്ങളെയും കുറിച്ചുള്ള ഒരു സമഗ്ര വിശകലനമാണിത്. ധരംശാലയിൽ ഇന്ത്യ ആദ്യം ചെയ്യേണ്ടതും ഏറ്റവും അനിവാര്യവുമായ മാറ്റം ഓപ്പണിംഗ് കോമ്പിനേഷനിലാണ്. നിലവിലെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗിൽ ടീമിന് നൽകുന്ന സംഭാവന 0 മാത്രമല്ല, അതൊരു വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോപ്പുകളുടെ രാജകുമാരൻ എന്ന വിമർശനം ഗില്ലിനെതിരെ ആരാധകർ ഉയർത്തുന്നത് വെറുതെയല്ല. ഈ പരമ്പരയിലെ ഗില്ലിന്റെ സ്കോറുകൾ പരിശോധിച്ചാൽ ആർക്കും അത് ബോധ്യപ്പെടും. ആദ്യ മത്സരത്തിൽ 4 റൺസ്, രണ്ടാം മത്സരത്തിൽ ഗോൾഡൻ ഡെക്ക്. ഇതാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റന്റെ സംഭാവന. ഈ പരമ്പരയിലെ മാത്രം കണക്കല്ല ഇത്. 2025-ൽ ഗിൽ കളിച്ച T20 ഇന്നിംഗ്സുകളിൽ ഒരെണ്ണം പോലും അർദ്ധ സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 12 ഇന്നിംഗ്സുകളിലും പരാജയപ്പെട്ട ഒരാളെ കേവലം പേരിന്റെയും പദവിയുടെയും ബലത്തിൽ മാത്രം ടീമിൽ നിർത്തുന്നത് ടീം മാനേജ്മെന്റ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പവർ പ്ലേ ഓവറുകളിൽ ടീമിന് മികച്ച അടിത്തറ നൽകേണ്ട ഓപ്പണർ തന്നെ ദുരന്തമാകുമ്പോൾ അത് മധ്യനിരയിലുള്ള ബാറ്റർമാരുടെ ആത്മവിശ്വാസത്തെയും ബാധിക്കുന്നു. അതിനാൽ ഗില്ലിനെ പുറത്തിരുത്താനുള്ള ചങ്കൂറ്റം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും കാണിച്ചേ മതിയാകും. ഗില്ലിന് പകരം ആര് എന്ന ചോദ്യത്തിനുത്തരമായി മാനേജ്മെന്റിന് മുന്നിൽ നിൽക്കുന്നത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ സഖ്യം ഇന്ത്യയുടെ T20 ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഓപ്പണിംഗ് ജോഡികളിലൊന്നാണ്. ഈ കോമ്പിനേഷൻ പരീക്ഷിച്ചപ്പോഴെല്ലാം ഇന്ത്യക്ക് ലഭിച്ചത് മിന്നുന്ന തുടക്കമായിരുന്നു. ഓപ്പണർ റോളിൽ കളിച്ചപ്പോഴെല്ലാം സഞ്ജു തന്റെ ക്ലാസ് തെളിയിച്ചിട്ടുണ്ട്. 3 തകർപ്പൻ സെഞ്ചുറികളാണ് ഓപ്പണറായി സഞ്ജു അടിച്ചുകൂട്ടിയത്. 170-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശുന്ന സഞ്ജുവിനെ പോലൊരു താരത്തെ മാറ്റി നിർത്തി ഫോമിലല്ലാത്ത ഗില്ലിനെ കളിപ്പിക്കുന്നത് എന്ത് തന്ത്രമാണെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല. സഞ്ജു തിരികെ എത്തുന്നതോടെ അഭിഷേക് ശർമ്മയ്ക്ക് ഒരറ്റത്ത് തന്റെ